നമസ്കാരം, നാച്ചുറൽ ലൈഫ് ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ആദിത്യൻ, തിരുവനന്തപുരം മുറിക്കോട് സെൻറ്ററിലെ ഡോക്ടറാണ്. ഇന്ന് നമ്മുടെ കൂടെ ഒരു അതിഥിയുണ്ട്. തസ്മി എന്നാണ് പേര്. നമുക്ക് തസ്മിയോട് തന്നെ ചോദിക്കാം, അനുഭവ വിവരങ്ങളെല്ലാം തസ്മിയോട് തന്നെ ചോദിക്കാം. പറഞ്ഞോളൂ തസ്മി, എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ വരുന്നത് കല്ലറ കുറ്റിമൂട് നിന്നാണ് വരുന്നത്. ഓക്കെ. തൈറോയ്ഡ് ക്യാൻസർ ആയിട്ടാണ് ഞാനിവിടെ എത്തുന്നത്. തൈറോയ്ഡ് ക്യാൻസറിന് വേണ്ടിയിട്ട് സർജറി പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് 3 ചെറിയ കുട്ടികളാണ് ഉള്ളത്. അപ്പോൾ എനിക്ക് സർജറി ചെയ്യുന്നതിനോട് വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുപോലെ തൈറോയ്ഡ് ഗ്ലാൻഡ് റിമൂവ് ചെയ്താൽ നമ്മൾ ലൈഫിലും തൈറോനോമ് കഴിക്കണം, കാൽസ്യം കഴിക്കണം. പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ എനിക്ക് തൈറോയ്ഡ് ഗ്ലാൻഡ് റിമൂവ് ചെയ്യുന്നത് ഭയങ്കര ഒരു സങ്കടമായിരുന്നു. അതിനോട് താല്പര്യമില്ലായിരുന്നു. പിന്നെ എനിക്ക് ആസ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻഹേലർ 2 നേരം യൂസ് ചെയ്യാനായിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻഹേലർ ഞാൻ യൂസ് ചെയ്തിട്ടും എനിക്ക് പ്രത്യേകിച്ചൊരു മാറ്റം അതിലുണ്ടായില്ല. ആസ്മ കൂടുതൽ തന്നെയാണ്. കുറച്ച് ദൂരം സഞ്ചരിക്കുമ്പോൾ ഭയങ്കര നെഞ്ചെടുപ്പ്, കിതപ്പ്, വെപ്രാളം അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുപോലെ ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. അത് ഡോക്ടറിനെ പോയി കൺസൾട്ട് ചെയ്യും, മരുന്ന് തരും. അപ്പോൾ അത് കുറയും. പിന്നെ വീണ്ടും ആ മരുന്നിൻ്റെ എഫക്റ്റ് കുറയുമ്പോൾ വീണ്ടും അത് തിരിച്ചു വരും. അങ്ങനെയൊക്കെ ആയിരുന്നു കുറേ നാൾ. ഒരുപാട് ഞാൻ അലോപ്പതിയിൽ കയറി ഇറങ്ങി നടന്ന ഒരാളാണ്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ, എൻ്റെ ഓപ്പറേഷൻ്റെ തലേ ദിവസമാണ് ഞാൻ ഇവിടുത്തെ ഒരു പേഷ്യൻറ്റിൻ്റെ അനുഭവം ഉള്ളൊരു ഇൻ്റർവ്യൂ കാണുന്നത്. അങ്ങനെയാണ് ഞാൻ ഇവിടുത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ചോദിക്കുന്നത് എങ്ങനെയാണ്. അങ്ങനെ ചേച്ചി പറഞ്ഞു ഇവിടെ വന്നൊന്ന് ചോദിക്കൂ, അതിന് ശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ആ ഒരു വീഡിയോ എനിക്ക് കിട്ടുന്നത്. അത് ഇവിടെ ആയിട്ട് ബന്ധമുള്ളൊരു ചേട്ടൻ തന്നെയാണ് എനിക്ക് തന്നത്. അങ്ങനെ ഞാനിവിടെ വരുന്നു. ഞാനിവിടെ അങ്ങേറ്റം മോശമായൊരവസ്ഥയിലാണ് വന്നത്. ഭയങ്കര ബാക്ക് പെയിനൊക്കെ ആയിട്ട് ഭയങ്കര സ്ട്രെസ്സും ടെൻഷനും ഒരു കൺഫ്യൂഷനായിരുന്നു എനിക്ക് ആകെ. നമ്മൾ ഈ തൈറോയ്ഡ് ക്യാൻസർ എന്ന് പറയുമ്പോൾ, ക്യാൻസർ എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് ഭയങ്കര ഒരു പേടിയും ഭയങ്കര എന്താ പറയുക, അയ്യോ ക്യാൻസറായി ഇനി കീമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ എനിക്കങ്ങനെ ഓപ്പറേഷൻ ചെയ്യുന്നതിലൂടെ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ചെറിയ കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട്. അപ്പം എനിക്കല്ലാണ്ട് വേറെന്തെങ്കിലും ഒരു വഴി മനസ്സിലിങ്ങനെ തെളിഞ്ഞു കിട്ടി പടച്ചവനെ കുറഞ്ഞെങ്കിൽ മതിയായിരുന്നു എന്നുള്ളൊരു തിങ്കായിരുന്നു. എന്തായാലും ഞാനിവിടെ എത്തി. അങ്ങനെ എത്തി എന്താ പറയുക, ആദ്യത്തിൻ്റെ ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ ഭയങ്കര പോസിറ്റീവായിട്ടായിരുന്നു ഇങ്ങനെ സംസാരിച്ചത്. ഇതൊക്കെ ഞങ്ങൾ ഇതുപോലുള്ള ഒരുപാട് പേഷ്യൻസിനെ കണ്ടിട്ടുണ്ട്, ഇതൊന്നും വലിയ സംഭവമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് ദിവസം ഒന്ന് ഇവിടെ നിന്ന് നോക്കാം. അങ്ങനെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഒരു 4-5 ദിവസമായപ്പോഴേ എൻ്റെ ബാക്ക് പെയിൻ അങ്ങ് ഏകദേശം കുറഞ്ഞു തുടങ്ങി. അപ്പോഴും ഞാൻ ഇങ്ങനെ വിചാരിച്ചു നമ്മൾ ഉള്ളിലോട്ട് അങ്ങനെ മരുന്നൊന്നും കഴിക്കുന്നില്ല, അല്ലാണ്ട് ഇവിടെ ഉള്ള കുറച്ച് ട്രീറ്റ്മെൻറ്റ്, വെറ്റ് പാക്ക്, അതുപോലെ മണ്ണ് വെച്ചിട്ടുള്ള കുറച്ച് ട്രീറ്റ്മെൻറ്റ്, വെയിൽ കൊള്ളുക. അപ്പോൾ ഇതിലൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചു ഇതിലൊക്കെ എന്താ കാര്യമുള്ളതെന്നൊക്കെ ആദ്യം ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു. പക്ഷേ ഡയറ്റും ഉണ്ട്. പക്ഷേ എൻ്റെ വേദന അങ്ങ് കുറയാൻ തുടങ്ങി. ഡയറ്റും കൺട്രോൾ ചെയ്ത് ഫുൾ റോ ഫുഡാണ് കഴിക്കുന്നത്. വേവിച്ച ഒരു ആഹാരവും കഴിക്കുന്നില്ല. ഒരു 6-7 ദിവസമൊക്കെ ആയപ്പോൾ കംപ്ലീറ്റ്ലി വേദന അങ്ങ് പോയി. എനിക്ക് ഈ വേദന ഉള്ളത് കൊണ്ട് എങ്ങും പോയിരിക്കാനോ അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. കാരണം ഒരു 10 മിനിറ്റിൽ കൂടുതൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴേ വേദനയാണ്. ഭയങ്കര ശരീരം മുഴുവൻ കഴപ്പാണ്. അപ്പോൾ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ എങ്ങും പോയി അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു 7 ദിവസമൊക്കെ ആയപ്പോൾ കംപ്ലീറ്റ്ലി അങ്ങ് മാറി. ഞാൻ കുറേ നേരം ഇങ്ങനെ ഇരിക്കുമ്പം എനിക്ക് ആ ഒരു പെയിൻ വരുന്നില്ല. ഏകദേശം ഞാൻ ഓക്കെ ആയി തുടങ്ങി. അതുപോലെ ഇൻഹേലർ പിന്നെ നിർത്തി. അപ്പോൾ എനിക്ക് പിന്നെ പൂർണ്ണമായിട്ടും ഇവിടുത്തെ ഒരു ഇതിനോട് എനിക്ക് ഇങ്ങ് വിശ്വാസമായി. പിന്നെ ഞാൻ 10 ദിവസം ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ. 10 ദിവസം നിൽക്കാൻ പറ്റുള്ളൂ. 1 മാസം നിൽക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എനിക്ക് 10 ദിവസം നിൽക്കാൻ പറ്റുള്ളൂ. ഞാൻ വീട്ടിൽ പോയിട്ട് ഡയറ്റ് അതുപോലെ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കി. 6 മാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്നുകൂടെ സ്കാൻ ചെയ്തു. അപ്പോൾ ഒരുപാട് മുഴ ഉണ്ടായിരുന്നു എൻ്റെ തൊണ്ടയിൽ. അതുപോലെ തന്നെ വലിയ മുഴ ഉണ്ടായിരുന്നത് നല്ല രീതിക്ക് കുറഞ്ഞു. അതുപോലെ ക്യാൻസർ സ്റ്റേജ് എന്നുള്ളത് അങ്ങ് മാറി. എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് തസ്മി എൻ്റെ അടുത്ത് ആദ്യ കൺസൾട്ടേഷൻ വന്നപ്പോൾ ഒരുപാട് ടെൻഷനായിട്ടും ഒരുപാട് ഈ അസുഖം മാറുമോ എന്ന രീതിയിലും, കൂടെ 3 മക്കളുടെ അമ്മയാണ്. അപ്പം അതിൻ്റെ ടെൻഷനും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇമോഷണൽ സപ്പോർട്ടായിട്ട് ആരും ഇല്ല എന്ന രീതിയിലൊക്കെ എനിക്ക് മനസ്സിലായി. ഫസ്റ്റ് കൺസൾട്ടേഷനിൽ തന്നെ ഒരുപാട് ചിന്തയും ഇതൊക്കെ ശരിയാവോ എന്ന രീതിയിൽ. ഇതേപോലെയൊന്നും അല്ല, നല്ല വീക്കായിരുന്നു, ശരീരം നല്ല വീക്കായിരുന്നു. ഫേസിൽ ഇത്രയും ചിരി പോലും ഇല്ല. അത്രയും വിഷമങ്ങളും സങ്കടമായിട്ടാണ് തസ്മി ആദ്യമായിട്ട് എൻ്റെ അടുത്ത് കൺസൾട്ടേഷന് എത്തിയത്. വന്ന സമയത്ത് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പറഞ്ഞ പോലെ ആസ്മാറ്റിക് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, മുതുക് വേദന, ബോഡി പെയിനും, മൊത്തത്തിലും ഒരുപാട് ബോഡി പെയിൻ ഇഷ്യൂസ് എല്ലാം ഉണ്ടായിരുന്നു. 10 days ആയപ്പോൾ തന്നെ ആൾമോസ്റ്റ് ഫിക്സ് ആയിട്ടാണ് ഞങ്ങൾ വിട്ടത്. അതിനുശേഷം നമ്മുടെ ഡയറ്റും കാര്യങ്ങളെല്ലാം കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്തതിന് ശേഷം ഒരു 6 monthsന് ശേഷം വരികയാണ്, നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരെയാണ്, നമ്മുടെ ഒരു ഫോളോ അപ്പ് എന്ന രീതിയിൽ വരികയായിരുന്നു. അങ്ങനെയാണ് തസ്മി നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയത്. അപ്പം 6 monthsന് ശേഷം വന്ന് ഒരുപാട് സന്തോഷമായിട്ട് പഴയ ഒരു തസ്മിയല്ല, കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടൊരു തസ്മിയാണ് എനിക്ക് കാണാൻ പറ്റിയത്.
എന്നുവെച്ചാൽ ഒരുപാട് എന്നുവെച്ചാൽ മുമ്പ് കണ്ടപ്പോൾ ഒരുപാട് വിഷമം സങ്കടം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു തസ്നിയാണ് വന്നിരുന്നത്. പക്ഷെ ഇപ്പം വന്നപ്പോൾ ഒരുപാട് സന്തോഷമൊക്കെ ഉണ്ട്. പല അസുഖങ്ങളെല്ലാം മാറി എന്നോട് തന്നെ അധികമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഒരു ഇൻട്രോവേർട്ട് സെക്ഷൻ പോലെ ആയിരുന്നു പുള്ളിക്കാരി. പക്ഷേ ഇപ്പം ഒരുപാട് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ എസ്പെഷ്യലി ക്യാൻസറസ് അല്ല എന്ന് കേട്ടപ്പോൾ തന്നെ പുള്ളിക്കാരി ഒരുപാട് ഹാപ്പി ആയിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഒരുപാട് ഹാപ്പി ആയിട്ടുണ്ട് പുള്ളിക്കാരി. ഇപ്പോൾ നമുക്ക് മുമ്പുണ്ടായിരുന്ന മുഴകളെല്ലാം ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു മൈന്യൂട്ട് സെക്ഷൻസ് മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ, ആ സെക്ഷൻസ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ എനിവേ ഹാപ്പിയാണ്. ഇപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അതുപോലെ ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ പെയിൻ ഒന്നും ഇല്ലാതിരിക്കുമ്പോഴേ നമുക്ക് ഹാപ്പിനെസ് വരുള്ളൂ. പെയിൻ ഉണ്ടെങ്കിൽ നമുക്ക് ഹാപ്പിനെസ് നമ്മുടെ മുഖത്ത് വരില്ല. അതുപോലെ തന്നെ എന്നെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കും എന്താ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നതെന്ന്. അതായത് 6 മാസം മുന്നേ എപ്പോഴും എല്ലാവരും ചോദിക്കുന്നത് ഭയങ്കര ക്ഷീണമാണല്ലോ മുഖത്ത്, എന്ത് പറ്റി, വയ്യായികയാണോ, എങ്ങനെ എത്ര വയ്യായിക ഇല്ലെങ്കിലും എങ്ങനെയാണെങ്കിലും എപ്പോഴും ചോദിക്കുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ അതൊക്കെ ഇവിടെ വന്നതിന് ശേഷമാണ് ഒരുപാട് മാറിയത്. ആ ഒരു എന്താ പറയുക ഫേസിൽ ആ ഒരു വയ്യായികയൊക്കെ മാറിയത് ഇവിടെ വന്നതിന് ശേഷം, ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷമാണ് അത് മാറിയത്. നമുക്ക് ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി നന്നായിട്ടിരിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ്. അതുപോലെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ എനിക്ക് ഹോസ്പിറ്റലായിട്ടൊരു ഫീൽ പോലും ഉണ്ടായിരുന്നില്ല. ഞാനിവിടെ 10ാമത്തെ ദിവസം പോകാൻ നേരത്തെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഇവിടുന്ന് കരഞ്ഞിട്ടാണ് പോകുന്നത്. കാരണം ഇവിടെ എല്ലാവരുമായിട്ട് നല്ല എന്താ പറയുക നല്ല അടുപ്പത്തിലായിരുന്നു എല്ലാവരും. ഷിജി ചേച്ചി ആവട്ടെ, കാർത്തിക, ആദിത്യൻ ഡോക്ടർ, അതുപോലെ എല്ലാവരും അമ്മമാർ എല്ലാവരും എന്താ പറയുക ഒരു സ്വന്തം വീട് പോലെ ആയിരുന്നു. നമുക്കൊരു ഹോസ്പിറ്റൽ എന്നുള്ള ഒരു ഹോസ്പിറ്റൽ തരത്തിലൊന്നും അല്ല ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിരിക്കും. നമുക്ക് എന്ത് വേണോ എപ്പോൾ വേണോ ഡോക്ടറിനോട് എന്ത് വേണോ ചോദിക്കുക. അതുപോലെ തന്നെ ഞാനിവിടുന്ന് പോയതിന് ശേഷം എനിക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ ആദ്യത്തെ ഡോക്ടറിനോട് അപ്പോഴെപ്പോഴും വിളിച്ച് ചോദിക്കും. എൻ്റെ മക്കളുടെ കാര്യമാണെങ്കിൽ പോലും ചോദിക്കും. ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, നമ്മളിപ്പോൾ അലോപ്പതി ഡോക്ടേഴ്സൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താ പറയുക നമ്മൾ എന്തെങ്കിലും അങ്ങനെ നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല, ചോദിക്കാൻ പറ്റത്തില്ല. അവർ കൺസൾട്ടേഷൻ വരാൻ പറയും, നമ്മൾ അതിന് ഫീസ് കൊടുക്കണം. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഞാൻ 10 ദിവസം പോയതിന് ശേഷം ഡോക്ടറിനെ വിളിച്ച് ഡോക്ടർ എല്ലാം എന്തുണ്ടെങ്കിലും വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എല്ലാം എന്ത് കാര്യം ചോദിച്ചാലും പറഞ്ഞു തരും. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ 6 മാസത്തിന് ശേഷം ഞാൻ ഇപ്പോഴും വീണ്ടും ഇവിടെ 10 ദിവസം നിൽക്കാനായിട്ട് വീണ്ടും വന്നു. നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞായിരുന്നു നമ്മുടെ ഈ റാ ഫുഡ്സ് മാത്രമായിട്ടാണ് തസ്നി കഴിച്ചു പോയത്. അപ്പം തസ്നിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഇതൊക്കെ ജസ്റ്റ് ഒരു ഫുഡ് റുട്ടീൻ വെച്ച് മാത്രം നമ്മുടെ അസുഖം മാറുമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇപ്പം എന്ത് തോന്നുന്നുണ്ട്, ജസ്റ്റ് ഒരു റാ ഫുഡായിട്ട് മാറ്റങ്ങൾ വരുത്താൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഞാനിവിടെ ഷിഫാന ടീച്ചറിൻ്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചർ അതിൽ നന്നായിട്ട് പറയുന്നുണ്ടായിരുന്നു. ടീച്ചറിന് ക്യാൻസർ ആയിരുന്നു, ഭയങ്കര മോശം കണ്ടീഷനിലാണ് ഇവിടെ എത്തുന്നത്. അപ്പം അത്രയൊന്നും എന്തായാലും എനിക്ക് വന്നിട്ടില്ല. അപ്പോൾ ടീച്ചർ ഈ ഒരു സിസ്റ്റത്തിൽ 2 വർഷം കൊണ്ട് പോകുന്നുണ്ടെന്ന് ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും എനിക്കും അത്തരത്തിലൊരു ഡയറ്റ് ആയിരിക്കും കിട്ടുന്നതെന്ന് എനിക്കൊരു ചിന്ത ഉണ്ടായിരുന്നു ആ വീഡിയോ കണ്ടപ്പോഴേ. അപ്പോൾ വീട്ടിൽ ഞാൻ ഉമ്മാരടുത്തും വാപ്പാരടുത്തും ആ ഒരു വീഡിയോ അവർക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവരും പറഞ്ഞു നിനക്കും ചിലപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും നിന്നെ കൊണ്ട് പറ്റുമോ, നന്നായിട്ട് ചിന്തിച്ചതിന് ശേഷം മാത്രം ഇങ്ങോട്ട് വരാം, അല്ലെങ്കിൽ നമുക്ക് ഓപ്പറേഷൻ പോയി ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പോകാനായിട്ട് താല്പര്യമില്ല. കാരണം കൊച്ചുങ്ങളൊക്കെ തീരെ ചെറുതാണ്. 3ാമത്തെ കുട്ടിക്ക് ആ സമയത്ത് 1 വയസ്സ് പോലും ആയിട്ടില്ല, ഏകദേശം 8 മാസേ ആയിട്ടുള്ളൂ. അപ്പം കുഞ്ഞിനെയൊക്കെ ഇട്ടിട്ട് എനിക്ക് ഓപ്പറേഷനിലോട്ടൊന്നും പോകാനായിട്ടൊരു താല്പര്യക്കുറവ്. പിന്നെ ഞാൻ ഒത്തിരി പേരുടെ ഈ തൈറോയ്ഡ് ഓപ്പറേഷൻ ചെയ്തിട്ടുള്ള ഒത്തിരി പേരുടെ അനുഭവങ്ങളും ഞാനിങ്ങനെ പറഞ്ഞു കേട്ടു. അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഒരു മുഴ വന്ന് ഓപ്പറേഷൻ ചെയ്ത് തുടങ്ങി, പിന്നെ വീണ്ടും വരുന്നുണ്ട്, ഇനി അതും ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറയുന്നത് എന്നൊക്കെ ഒത്തിരി പേര് എന്നോട് അനുഭവം പറഞ്ഞു. അപ്പം ഞാൻ ചിന്തിച്ചു എനിക്ക് ഒരുപാട് മുഴകളുണ്ട്, അതിൽ ഒന്ന് മാത്രമേ ഓപ്പറേഷൻ ചെയ്യുമെന്ന് ഡോക്ടർ പറഞ്ഞത്. അപ്പം ഞാനും ഇങ്ങനെ വിചാരിച്ചു, ഇനി ഞാൻ ഈ ഒരു ഓപ്പറേഷൻ ചെയ്തിട്ട് ഇനി വീണ്ടും ആ മുഴയും പ്രശ്നമാണെങ്കിൽ ഇനിയും ചെയ്യണോ, അങ്ങനെയൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ച് കൂട്ടുമായിരുന്നു ഒരുപാട്. അപ്പോൾ റോ ഡയറ്റാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാനിവിടെ വന്നത്. എനിക്ക് ആദ്യത്തെ ഒരു 3 ദിവസമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. 3ാമത്തെ ദിവസം ഷുഗർ കുറഞ്ഞു, BP കുറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഷുഗറും BP കുറഞ്ഞു, ഞാൻ വിചാരിച്ചു മിക്കവാറും അന്ന് തന്നെ എനിക്ക് ഇവിടെ നിന്ന് പോവേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ എന്താ പറയുക, അതിനൊക്കെ പരിഹരിക്കാനുള്ള ഒരു സംവിധാനമൊക്കെ ഈ നാച്ചുറോപ്പതിയിലുണ്ട്, വിത്തൗട്ട് മെഡിസിൻ. അപ്പോൾ അതിൽ ഡോക്ടർ എനിക്ക് നാരങ്ങയും തേനും ഒക്കെ ഇട്ടിട്ട് കലക്കിയ ഒരു ഡ്രിങ്ക് തന്നു. അത് കുടിച്ച് ഞാൻ ഉച്ചയായപ്പോൾ ഏകദേശം എൻ്റെ ഷുഗർ ലെവലൊക്കെ നോർമലായി, ഏകദേശം ഓക്കെ ആയി. പിന്നെ പിറ്റേന്ന് തൊട്ട് ചെറിയൊരു ക്ഷീണം, നമ്മൾ പെട്ടെന്ന് ഒരു നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്നൊരു റോ ഫുഡിലേക്ക് വരിക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഇങ്ങനെ ഒരു സെൻറ്ററിൽ വന്ന് കിടന്നിട്ട് മാത്രമേ നമുക്ക് ആ ഒരു സിസ്റ്റം കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ലാതെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ വെച്ചിട്ടൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റൂല. ഇപ്പോൾ വീഡിയോ കണ്ടിട്ടായാലും അല്ലെ, ഞാനിങ്ങനെ ആദ്യം ഷിഫാന ടീച്ചറിൻ്റെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ വീട്ടിൽ ചെയ്ത് നോക്കിയാലോ. പിന്നെ വിചാരിച്ചു വേണ്ടതാണ്, വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അറിയാവുന്ന ആൾക്കാരുടെ കൂടെ നിന്ന് വേണം നമ്മൾ ചെയ്യാനുള്ളത്. അങ്ങനെ ഒരു 4ാമത്തെ ദിവസമൊക്കെ ആയപ്പം ഏകദേശമൊക്കെ ഓക്കെ ആയി. പിന്നെ എനിക്ക് കുറച്ച് മോട്ടിവേഷനൊക്കെ ഡോക്ടർ തരുമായിരുന്നു. ഞാൻ എപ്പോഴും ഭയങ്കര ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഡോക്ടറിനോട്, ഭയങ്കര ക്വസ്റ്റ്യൻ ചോദിക്കുമായിരുന്നു എപ്പോഴും.
അതൊക്കെ അവർ പറഞ്ഞു തരും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ആഹാരം എങ്ങനെ കഴിക്കണം, നമ്മുടെ ജീവിത രീതികൾ എല്ലാത്തിനെ കുറിച്ച് നമുക്ക് ഫുൾ കവേർഡ് ആയിട്ട് ഒരു ഫുൾ പാക്കേജ് തന്നെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. എങ്ങനെയാണ് ലൈഫിൽ നമുക്ക് എന്തുകൊണ്ട് അസുഖം വരുന്നു, അതിനൊക്കെ എങ്ങനെ മാറ്റിയെടുക്കാം, എല്ലാം നമുക്കിവിടെ അവർ പറഞ്ഞു തരും സംശയമായിട്ടും. അതുപോലെ ഒരുപാട് ബുക്സും ഉണ്ട്. ഞാൻ ഇവിടെ ഇരുന്ന് ബുക്സൊക്കെ വായിക്കുമായിരുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ റോ ഫുഡ് കഴിക്കുന്നു എന്നുള്ളതിന് ജേക്കബ് സാറ് ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് പച്ചക്കറിയും പഴങ്ങളും പച്ചക്കറിയും റോ ആയിട്ട് കഴിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു അഴുക്കിനെയൊക്കെ അങ്ങ് ടോക്സിക്സ് റിമൂവ് ചെയ്യും, നമ്മുടെ ബോഡി ഹീൽ ആവും എന്നൊക്കെ ഞാനിങ്ങനെ വായിച്ചു. അപ്പോൾ ഒത്തിരി പേര് അതിൽ അനുഭവം ഉള്ളവരും ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിൽ തന്നെ എന്തായാലും നിൽക്കാം. പിന്നെ എനിക്ക് വീട്ടിൽ പോയി ഞാൻ എൻ്റെ റിലേറ്റീവ്സിനോടും ഒക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഇതായിരുന്നു. ഇപ്പം എത്രയൊക്കെ എനിക്ക് അറിയാമെന്നൊക്കെ പറയണമെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യം കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ബാക്ക് അടിക്കും. പിന്നെ ഞാൻ വീണ്ടും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യും. ഇടയ്ക്ക് എല്ലാ മാസം മിക്കവാറും വരാറുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഡോക്ടർ പറയും ആര് പറയുന്നൊന്നും കേൾക്കണ്ട, നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്ന നമ്മുടെ ഒരു തൈറോയിഡായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്, അതുകൊണ്ട് ചിന്തിക്കരുത്, സ്ട്രെസ് അടിക്കരുത്, മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു ഞാൻ ആരെയും ഒന്നും നോക്കണ്ട, അല്ലെങ്കിൽ ശരീരം മെലിഞ്ഞു പോകുന്നു എന്ന് ആൾക്കാർ പറയാറുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു എനിക്ക് എൻ്റെ അസുഖമാണ് മാറേണ്ടത്, പിന്നീടാണ് എൻ്റെ ശരീരം എന്താ പറയുക തടി വെക്കാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് പിന്നീട് ചിന്തിച്ചു. പിന്നെ ഞാൻ ഇതിൽ തന്നെ പോവാമെന്ന് കരുതി. ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ ട്രീറ്റ്മെൻറ്റ് സെക്ഷൻ, നമ്മുടെ യോഗ, പിന്നെ ഗ്യാതറിങ്, ഇതെല്ലാം എത്രത്തോളം സഹായപരമായിട്ട് മാറിയെന്ന് തോന്നി? ഇതൊക്കെ ഒരു നമ്മുടെ ലൈഫ് സ്റ്റൈൽ മൊത്തത്തിൽ മാറ്റുന്ന രീതിയിൽ തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും എന്നെ ഒരുപാട് മാറ്റുന്നതിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് യോഗ എന്ന് പറയുന്ന ടെൻഷൻ കുറയ്ക്കാനായാലും അതുപോലെ എൻ്റെ ബോഡിയുടെ പെയിൻ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിനുള്ള അല്ലെങ്കിൽ എൻ്റെ ബോഡി പെയിൻ മാറുന്നതിനുള്ള യോഗയൊക്കെ ഞാൻ ഡോക്ടറിനോട് ചോദിച്ചിട്ടുണ്ട്, ഡോക്ടർ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ മെഡിറ്റേഷൻ, അത് ടെൻഷൻ കുറയ്ക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് എനിക്ക് ഭയങ്കര സംശയമായിരുന്നു. ഈ വെറ്റ് പാക്കിലൊക്കെ എങ്ങനെയാണ് നമുക്ക് സുഖം കിട്ടുക എന്നുള്ളതൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ ചോദിച്ചു. വെറ്റ് പാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ഡീടോക്സ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു 7:30 ആകുമ്പോൾ ഒരു ഗ്യാതറിംഗ് ഉണ്ട്. അതായത് ഇവിടെ ഉള്ള എല്ലാ പേഷ്യൻസ് അല്ല, ഇവിടെയുള്ള എല്ലാ ആൾക്കാരും ഒക്കെ കൂടിയിരുന്ന്, ഡോക്ടറും കൂടിയിരുന്ന് നമ്മൾ ഗെയിം കളിക്കും, പാട്ട് പാടും. അതാ പറഞ്ഞു ഇവിടെ ഒരു ഹോസ്പിറ്റലിൻ്റെ ഒരു ഫീലിങ്ങേ അല്ല. എന്താ പറയാ, ആ ഒരു ഗെയിം കളിക്കാനായിട്ടൊക്കെ എല്ലാവരും ഇരിക്കുമ്പോൾ എല്ലാവരെയും പരിചയപ്പെടാം, എല്ലാവരുമായിട്ടും. എനിക്ക് ഡോക്ടറായിട്ട് തോന്നിയിട്ട് കൂടിയില്ല. ഭയങ്കര എന്താ പറയുക, ഞാൻ എൻ്റെ 3 മക്കളെ കൊണ്ടാണ് ഞാനിവിടെ നിന്നത്. ഞാൻ എൻ്റെ ഉമ്മ, 3 മക്കളും ഞാൻ. എൻ്റെ കുട്ടികളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾ ഡോക്ടറുമായിട്ടും ചേച്ചിയായിട്ടും ഇവിടുത്തെ എല്ലാ സ്റ്റാഫുമായിട്ടൊക്കെ ഭയങ്കര അടുപ്പമാണ്. ഇവിടെ എനിക്ക് അങ്ങനെ എന്താ പറയുക എൻ്റെ വീട് പോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. എനിക്കൊരു ഹോസ്പിറ്റൽ ഫീലിംഗ് അങ്ങനെ തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ ഗ്യാതറിംഗ് ഒക്കെ അടിപൊളിയാണ്. ഗെയിം കളിക്കുന്നതൊക്കെ ആണെങ്കിലും ഭയങ്കര സന്തോഷമാണ്. നമ്മളെല്ലാം മറക്കും. ഞാൻ 10 ദിവസം ഇവിടെ അന്ന് നിന്നപ്പോൾ എൻ്റെ മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാനൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. ചിന്തിക്കാനുള്ള ഒരു നേരവും ഇല്ല, അല്ലെങ്കിൽ ചിന്തിച്ചിട്ടില്ല ഞാൻ. അങ്ങനെയായിരുന്നു ഇവിടെ. കുട്ടികൾക്ക് എങ്ങനെയായിരുന്നു ഇവിടുത്തെ ആഹാരവും പിന്നെ ഇവിടുത്തെ ചുറ്റുവട്ടങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടായിരുന്നു? അതും വളരെ ഒരു പ്രധാന ഒരു കാര്യമാണ്. ഞാനിവിടെ വരുന്നതിന് മുന്നേ എൻ്റെ കുട്ടികളെ ഞാൻ മാസത്തിൽ ഓരോരുത്തരെങ്ങനെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ പോയി ഇറങ്ങി കഫക്കെട്ടിൻ്റെ ചികിത്സ അങ്ങനെ കയറി ഇറങ്ങിയ ഒരാളാണ് ഞാൻ. ഓരോ തവണ ഒരാൾക്ക് വരുമ്പോൾ അടുത്ത ആൾക്ക്, അങ്ങനെ 3 പേരുണ്ട്. അപ്പം 3 പേരെ മാനം തിരികെ ഇങ്ങനെ കൊണ്ട് നടക്കുമായിരുന്നു. അതായിരുന്നു എൻ്റെ പണി. കഫക്കെട്ടിനൊക്കെ ആയിട്ട് പനി അങ്ങനെയൊക്കെ. ഇവിടെ നിന്ന് പോയതിന് ശേഷം ഞാൻ അവരുടെ ആഹാര കാര്യങ്ങളിൽ വരെ ഞാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചു. അതുപോലെ തന്നെ ഈ ബേക്കറി ഐറ്റംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും. ഇപ്പം എൻ്റെ മക്കൾ എൻ്റെ കൂടെ ഇരുന്നിട്ട് സലാഡ്, വെള്ളരിയും ക്യാരറ്റും അതുപോലെ തക്കാളിയൊക്കെ കഴിക്കും. അപ്പം മറ്റുള്ളവർ കാണുമ്പോൾ കുട്ടികൾ ഇതൊക്കെ കഴിക്കും. ഞങ്ങളുടെ വീട്ടിലെ കുട്ടികളൊന്നും കഴിക്കില്ല. എൻ്റെ ചെറിയ മോള് വരെ, ഇപ്പം മോൾക്ക് 1.5 വയസ്സായി, അവൾ വരെ കുക്കുംബറൊക്കെ എടുത്ത് കഴിക്കും. അപ്പം എല്ലാവർക്കും അത്ഭുതമാണ്. അപ്പം ഞാൻ അങ്ങനെയൊക്കെ കൊടുക്കാൻ തുടങ്ങി. ഇവിടെ നിന്ന് പോയതിന് ശേഷം ഞാൻ കൊച്ചുങ്ങൾക്ക് ഒരു തവണ പനി വന്നു. 6 മാസത്തിൽ ഒരു തവണയാണ് പനി വന്നത്. എൻ്റെ മക്കൾക്ക് അങ്ങനെ അല്ലായിരുന്നു പനി വരുന്നത്. എല്ലാ മാസവും കൃത്യമായിട്ട് പനി വരും, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ മക്കളെ കൊണ്ടുപോകുന്നതും കുറച്ചു. പനി വന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല. ഞാൻ പനി നന്നായിട്ട് പനിച്ച് പോട്ടെ എന്ന് കരുതി ഞാൻ വെയിറ്റ് ചെയ്തു. ഇവിടെ ജേക്കബ് സാറ് പറയുന്നുണ്ട്, ജേക്കബ് സാറിൻ്റെ വീഡിയോസിലൊക്കെ സാറ് പറയുന്നുണ്ട്, പനി നമുക്ക് എന്താ പറയുക, നമുക്ക് ദോഷം ചെയ്യാനല്ല വരുന്നത്, നമ്മളെ ഹെൽപ്പ് ചെയ്യാനാണ് വരുന്നതെന്ന് സാറ് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ വെയിറ്റ് ചെയ്തു. ആൾക്കാർക്ക് ഇങ്ങനെ പറയും പനിയായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല. ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല, ആരോടും ഒന്നും പറയാനായിട്ടൊന്നും നിന്നില്ല. കാരണം ഇപ്പോൾ എന്നെ തന്നെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് മെലിഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാൻ എവിടെയെങ്കിലും ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് പോകുമ്പോൾ കുഞ്ഞ് കിടന്ന് കരയുമ്പോൾ ആൾക്കാർ പറയും തള്ളയോ ഒന്നും കഴിക്കുന്നില്ല, മെലിഞ്ഞായിരിക്കുന്നത്, അപ്പോൾ പാല് കാണില്ല, അതുകൊണ്ടായിരിക്കാം കൊച്ചു കരയുന്നതെന്നൊക്കെ കമൻസ് ഒത്തിരി കേൾക്കാറുണ്ട്. അപ്പം ഞാനിങ്ങനെ അതിനൊന്നും തിരിച്ച് മറുപടിയൊന്നും പറയാനൊന്നും ഞാൻ നിന്നില്ല. കാരണം എനിക്കറിയാം ഇവിടുത്തെ എന്താ പറയുക, ഭക്ഷണം എന്ന് പറയുന്നത് ഒരിക്കലും പാല് കുറയ്ക്കുകയൊന്നും ചെയ്യത്തില്ല. എനിക്ക് തോന്നുന്നു പാലിൻ്റെ ടേസ്റ്റ് കൂട്ടുമെന്ന് തോന്നുന്നു. എൻ്റെ മോള് കൂടുതൽ എൻ്റെ പാലാണ് കുടിക്കുന്നത്. ഫീഡിങ് ഇതുവരെ ഞാൻ നിർത്തിയിട്ടില്ല. അപ്പോൾ അതും കൂടെ കൊണ്ട് കുറച്ച് തടി കുറയുന്നു എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. എനിക്കിപ്പോഴൊന്നും കുഞ്ഞിന് ഫീഡിങ് നിർത്താനായിട്ട് താല്പര്യമൊന്നുമില്ല.
അങ്ങനെയായിരുന്നു. അപ്പോൾ കുട്ടികളുടെ കാര്യത്തിലും ഒരുപാട് മാറ്റം വന്നു. കുട്ടികളുടെ കഫക്കെട്ട് ഒരുപാട് എൻ്റെ മൂത്ത മോനായിരുന്നു ഭയങ്കര പ്രശ്നം, കഫക്കെട്ടിൻ്റെ ആൾ. അവൻ എപ്പോഴും പനി വരലും കഫക്കെട്ടും ഒക്കെ ആയിരുന്നു. അപ്പോൾ അവൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ സാറിനെ വിളിച്ച് ചോദിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം. ഒരുപാട് സന്തോഷം തസ്നിയുടെ അനുഭവങ്ങൾ പങ്കുവെച്ചാലും. കുട്ടികൾ ഒരുപാട് സന്തോഷം എന്ന് കേട്ടപ്പോൾ ഞങ്ങൾക്കും സന്തോഷമാണ്. അപ്പം ഇനിയും ഇതേ ചിരിയും ഇതേ ഒരു ആരോഗ്യം, നല്ല രീതിയിലുള്ള ആരോഗ്യം, സന്തോഷമായിട്ട് പോവുക. നന്ദി, നമസ്കാരം. താങ്ക് യു.